എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ചേർത്തലയിൽ മെഹർമന്തി ഗ്രിൽസ് എന്ന കടയുടെ ഉടമകൾ ഈ കഴിഞ്ഞ വിഷു ദിനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ വ്യക്തികൾ ഇവർ ജിഹാദികളാണ്. പലരാൽ ചേർന്ന് നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ മെഹർമന്തി ഗ്രിൽസ് എന്ന ഈ സ്ഥാപനം. ഇവർ വളരെ ബോധപൂർവം ഹൈന്ദവ ദേവീ ദേവന്മാരെ അവഹേളിക്കുവാൻ വേണ്ടി വളരെ ബോധപൂർവം ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് നിസ്സാരവൽക്കരിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ പറയുന്നത്. ആളുകളായി ഹൈന്ദവ ദൈവങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയും അവഹേളിച്ചുകൊണ്ട് ഈ ജിഹാദികൾ നിരന്തരമായി രംഗത്ത് വരികയാണ്. പ്രധാനമായും ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ പോയി റീൽസ് ചിത്രീകരിക്കുക, അവിടെ പല രീതിയിലുള്ള അശ്ലീലങ്ങൾ കാണിക്കുക, ഇതൊക്കെ ജിഹാദികളുടെ ഒരു സ്ഥിരം പരിപാടിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങൾ അതിക്രമിച്ച് കയറുകയും അതുപോലെ പല പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇവർ ഉദ്ദേശിക്കുന്നത് ബോധപൂർവം കലഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ കലഹത്തിലൂടെ ആക്രമണ സ്വഭാവമുള്ള ഈ പ്രത്യേക മതവിഭാഗക്കാർ അവർ സമൂഹത്തിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിഷേധത്തിന് തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അനിൽ വിളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ ജിഹാദികൾ ഇത് ബോധപൂർവം ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ്. ഇതിൽ നിന്ന് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഇവർ ഉദ്ദേശിച്ചത്. ഒന്ന്, ഇത്തരം ഒരു പോസ്റ്റർ ഉണ്ടാക്കി വിടുന്നതിലൂടെ ഇവരുടെ കടയ്ക്ക് നല്ലൊരു പബ്ലിസിറ്റി കിട്ടും. രണ്ട്, ഹൈന്ദവ അവഹേളനം നടത്തുവാനായിട്ടും സാധിക്കും. അപ്പോൾ ഹൈന്ദവ അവഹേളനം നടത്തുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് ഈ കടയ്ക്ക് പബ്ലിസിറ്റി ലഭിക്കുകയും ഈ ജിഹാദികളായിട്ടുള്ള ആളുകൾ ഈ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഇവർ മനഃപൂർവ്വം ബോധപൂർവം ഹൈന്ദവ ദേവീ ദേവന്മാരെ അവഹേളിക്കുവാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതോടൊപ്പം തന്നെ ഈ കടയ്ക്ക് ഒരു നല്ല പബ്ലിസിറ്റി കിട്ടും എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിഷു ദിനത്തിൽ ഭഗവാൻ കൃഷ്ണനെ ഇറച്ചി കഴിപ്പിക്കുവാൻ ജിഹാദികൾ നിർബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് വെളിയിലും പല പ്രാവശ്യമായി ഈ ഹൈന്ദവ ദേവീ ദേവന്മാരെ അവഹേളിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളും ഒക്കെയും ഇവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പ്രതിഷേധമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ വളരെ ശക്തമായ പ്രതിഷേധമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വളരെ ദയനീയം എന്ന് പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു MPയോ ഒരു MLAയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാക്കുപോലും പ്രതികരിച്ചിട്ടില്ല. അതേസമയം മറിച്ചായിരുന്നെങ്കിൽ ഇവിടെയുള്ള സകല നേതാക്കന്മാരും രംഗത്തെത്തുമായിരുന്നു. അപ്പോൾ നമ്മളിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളം എന്ന സംസ്ഥാനം ജിഹാദികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സർക്കാർ, അവർക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പ്രതിപക്ഷം. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, നിയമപരമായും മറ്റെല്ലാ രീതിയിലും ഞങ്ങൾ ഇതിനെ നേരിടും. അത് ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾ ഇതിനെ നേരിടും. അതായത് ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കുവാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല, അത് എത്ര വലിയവനായാലും അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ഈ ഒറ്റ വ്യക്തി, അതായത് ഈ ചേർത്തലയിലെ ഈ കട നടത്തുന്ന ഈ ഒരൊറ്റ വ്യക്തി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ചേർന്ന്
ബോധപൂർവം ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ ഒരു സ്പർദ്ധയ്ക്ക് കാരണമായി തീർന്നു. അപ്പോൾ പലപ്പോഴും രണ്ട് മതങ്ങൾ തമ്മിൽ ഐക്യതയോടുകൂടി പോകേണ്ട പല സാഹചര്യങ്ങളിലും ഇത്തരം ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന് വലിയ വിള്ളലുണ്ടായിരിക്കുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇത് തന്നെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ ജിഹാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒറ്റ ഒരുത്തനെയും കാണാനില്ല. എല്ലാവരും മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജിഹാദികൾ എന്തു തോന്നിവാസം കാണിച്ചാലും അതിനെ അനുകൂലമായ നിലപാടെടുക്കുന്ന ഈ സമീപനം ശരിയായൊരു നടപടിയല്ല. എന്തായാലും വളരെ ശക്തമായ ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പദ്ധതി തയ്യാറാക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊരു വലിയ പ്രശ്നമായി തന്നെ വ്യാപിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഈ പോസ്റ്ററുകൾ ചെന്ന സ്ഥലങ്ങളിലൊക്കെയും ശക്തമായി ഷെയർ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും കോണുകളിലും ഇത് എത്തുകയും അത് ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്, ഒരു സ്നേഹബന്ധത്തിന് വലിയൊരു പ്രത്യാഘാതം തന്നെ സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള ഈ ജിഹാദികൾ ബോധപൂർവം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുമായി സഹകരിക്കാനോ അവരോട് ചേർന്ന് നിൽക്കുവാനോ നമുക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അതുമാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് പറയുന്നത് കേരളം ഇപ്പോൾ ജിഹാദിവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാർക്കറ്റുകളും, പ്രത്യേകിച്ച് ഭക്ഷണശാലകൾ, ഹോട്ടലുകൾ, അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയും ജിഹാദിവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മാംസവും അതോടൊപ്പം തന്നെ ഈ ഹോട്ടലുകളുടെ കളറും ഒക്കെ പല രീതിയിലുള്ള കറുത്ത പെയിൻ്റൊക്കെ അടിച്ച് പല രീതിയിലേക്ക് ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ലവ് ജിഹാദ്, മറ്റൊന്ന് നാർക്കോട്ടിക് ജിഹാദ്, മൂന്ന് ഇനി വരുന്നത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജിഹാദാണ്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ കേരളം, പ്രകൃതി സുന്ദരമായിരുന്ന വിദ്യാസമ്പന്ന നാടായിരുന്ന ഈ കേരളം, ഈ ജിഹാദികളുടെ വളർച്ചയോടുകൂടെ ഈ കേരളം ഏതാണ്ട് താലിബാനേക്കാളിലും കഷ്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ സ്ഥിതി ഇനിയും തുടർന്നു പോയാൽ, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചാൽ, ഇത് താലിബാനേക്കാൾ മോശമായ, അല്ലെങ്കിൽ സോമാലിയേക്കാൾ മോശമായ, അത് സിറിയയേക്കാൾ മോശമായ, ഒരു സുഡാനേക്കാൾ മോശമായ ഒരു വലിയ ഇസ്ലാമിക് ഭീകര സ്ഥലമായി തന്നെ ഈ കേരളം മാറും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഈ ജിഹാദി സപ്പോർട്ടർമാരെയും ജിഹാദികളെയും കഴിയുന്നിടത്തോളം അകറ്റി നിർത്തുകയും ഇവരെ അധികാരത്തിൽ വരുവാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.